ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല, നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് ഫോർട്ട് കൊച്ചി മട്ടഞ്ചേരിയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വെച്ചു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോണ വഴിക്കത്തെ വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ചു. അപ്പോൾ റോഡൊക്കെ മഹാമോശമാണ് കേട്ടോ. നമ്മൾ ട്രെയിനാണ് പോകുന്നത്. ഷൊർണൂരിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ട്രെയിന്. പോണ വഴിക്ക് നല്ല സീനറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ അനങ്ങമല. അങ്ങനെ പോണ വഴിക്ക് വാണിയംകുളം ചന്ത കണ്ടു. അപ്പോൾ ഇത് നമ്മുടെ കന്നുകാലികളിനെയൊക്കെ വാങ്ങും വെക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഒക്കെ ഒഴിഞ്ഞ് കിടക്കുമായിരുന്നു. ഒന്നുപോലും നമ്മൾ കണ്ടില്ല. അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ ഉണ്ടാവില്ല, ഈ വഴിക്ക് പോകുമ്പോഴും വരുമ്പോഴും. അങ്ങനെ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ ഒരു ദിവസം പാർക്കിങ്ങിന് 100 രൂപ കേട്ടോ ചാർജ് ചെയ്യണം അവർ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് രാവിലെയാണ് കേട്ടോ ട്രെയിൻ. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ആ ഉണ്ണിക്കുട്ടിന് തുള്ളിച്ചാട്ടം കണ്ടിട്ട് എൻക്വയറിയിലുള്ള ആൾ എന്നെ ചോദിക്കായിരുന്നു കേട്ടോ എവിടേക്കാണ് പോകണമെന്നൊക്കെ. അവനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആളോട്. അപ്പം ഞങ്ങളൊരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി കേട്ടോ. അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ലഗേജ് കൊണ്ടൊന്നും സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിലാണ് കേട്ടോ പോണത്. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉണ്ണിക്കൂട്ടം നല്ല ഡാൻസായിരുന്നു. ഇത് നമുക്കവിടെ ഇരിക്കൊരു വിശ്രമ മുറി ഉണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 1 മണിക്കൂറിന് 30 രൂപയുള്ളൂ. AC ഹാളാണ്. നമുക്ക് പക്ഷെ ഒരുപാട് സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ട്രെയിൻ ഏകദേശം വരാറായിരുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ അവിടെ പുറത്ത് തന്നെയാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അധികം സമയമില്ല കേട്ടോ. 5 മിനിറ്റേ ഉള്ളൂ ട്രെയിൻ ഇവിടെ. അപ്പോൾ അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറുകയാണ് എല്ലാവരും. എന്താ ഞങ്ങൾ സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നു. കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടനും മണിക്കുട്ടനും ബോറടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഓരോ സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് താമസിക്കാൻ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വിനോട്ടം ഇരുന്ന് ബുക്ക് ചെയ്യാണ് അവിടെ ഇരുന്നിട്ട്. പിന്നെ കുട്ടികൾ രണ്ടാളും ഇടയ്ക്കിടയ്ക്ക് സീറ്റൊക്കെ മാറി മാറി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് റെയിൽവേ പാളത്തിലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുറച്ച് മീനുകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലെത്തി. എറണാകുളത്ത് എത്തി കേട്ടോ. നമ്മൾ സൗത്തിലാണ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ നേരെ യൂബർ വിളിച്ചിട്ട് വാട്ടർ മെട്രോൻ്റെ അവിടേക്കാണ് കേട്ടോ പോകുന്നത്. ഏകദേശം സമയം ഉച്ചയോടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ പോണ വഴിക്ക് ഓരോ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സർബത്താണ് കുടിച്ചത്. അപ്പോൾ ഈ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്ന ഇടയിലെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടിയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മെട്രോയിൽ കയറുകയാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയിട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും 50 രൂപയുള്ളൂ. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കേട്ടോ. ഒരു ATM കാർഡ് പോലെ ഒരു കാർഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോണത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ. നമ്മൾ റൂം അവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് നേരം നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു കേട്ടോ. അങ്ങനെ മെട്രോയിൽ കയറിയപ്പോഴേക്കും അതിനുള്ള സീറ്റ് ഫുള്ളായിരുന്നു. നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ കയറിയത്. അതുകൊണ്ട് ഇരിക്കാൻ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്കുട്ടിന് ഒത്തിരി സീറ്റ് കൊടുത്തു കേട്ടോ ഒരു ചേച്ചി. എന്തായാലും മെട്രോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും നല്ല രസമുണ്ടായിരുന്നു. നല്ല ഇഷ്ടമായിട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. ചില സമയങ്ങളിൽ ഡോൾഫിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടാണ് വിൻഡോൻ്റെ അടുത്ത് പോയി നിൽക്കണം കേട്ടോ. പക്ഷെ ഡോൾഫിനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ. എന്തായാലും സീനറി ഒന്നും പറയാൻ പറ്റാതെ അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ഹൗസ് ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു.